ഇന്ത്യയും ചൈനയും ഭൂമിയിലെ നരകമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അങ്ങനെ വംശീയ അധിക്ഷേപത്തിൻ്റെ വാതിൽപ്പടി തുറന്നുകൊണ്ട് വിശപ്പുക പുറത്തേക്ക് തള്ളിവിടുന്ന പ്രവർത്തനമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയയുടെ വിമർശനം. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഒന്നും യാഥാർത്ഥ്യമാകുന്നില്ല, പറയുന്നിടത്തോളം കളവാണ്, അത് സത്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇപ്പോൾ പറയുന്നത് മാറ്റി പറയുന്നു, അപ്പോൾ പറയുന്നത് പിന്നെ കാരണം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഒന്നും തമ്മിൽ ബന്ധമില്ലാത്ത രീതിയിൽ ചോദ്യവും ഉത്തരവും മറുപടിയും എല്ലാം ചെയ്യുന്നത് ഇപ്പോൾ ട്രംപ് തന്നെയാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ പൗരത്വ നിയമ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വൈകാരികപരമായിരിക്കുന്ന ചില പ്രയോഗങ്ങൾ അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അല്ല തുടങ്ങിയത് മൈക്കിൾ സാവേജ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു എഴുത്തുകാരൻ, അല്ലെങ്കിൽ ഒരു കത്ത്, അദ്ദേഹം അത് പോസ്റ്റ് ചെയ്ത് റീപോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. പിന്തുണ അറിയിച്ചുകൊണ്ടാണല്ലോ നമുക്കൊരാളോട് താല്പര്യം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ചിത്രത്തോടോ ഒരു വീഡിയോയുടെ താല്പര്യം ഉണ്ടാകുന്ന സമയത്താണല്ലോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഈ പറയപ്പെട്ട മൈക്കിൾ സാവേജ് എഴുതിയ കത്ത് റീപോസ്റ്റ് ചെയ്തു. അത് വലിയ വിവാദമായിട്ട് മാറുകയും വംശീയ അധിക്ഷേപമാക്കി അതിനെ അമേരിക്ക തന്നെ വിമർശിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ജനന പൗരത്വ നിയമം മാറ്റണം. ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതികളിൽ നിന്ന് ഒരുപാട് മാറ്റം അമേരിക്കയ്ക്ക് വരുത്തേണ്ടതുണ്ട്. പ്രസവിക്കാൻ ചൈനക്കാരും ഇന്ത്യക്കാരും ഇവിടേക്ക് വരുന്നു, പിന്നീട് പൗരത്വം നേടുന്നു, പിന്നീട് നരകത്തിൽ നിന്ന് കുടുംബത്തെയും അമേരിക്കയിൽ എത്തിക്കുന്നു. ഈ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അമേരിക്കയിൽ ഒരു കുട്ടി ജനിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ കുട്ടി അമേരിക്കൻ പൗരനായി അല്ലെ പൗരത്വമുള്ള ആളായിട്ട് മാറുന്നു. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിലെ പൗരൻ എന്ന നിലക്ക് ആ കുട്ടിയുടെ മാതാവിനെയും പിതാവിനെയും ഇങ്ങോട്ട് എല്ലാ സമയത്തും കൊണ്ടുവരാനുള്ള ഒരു നിയമം അതിന് ഇളവ് നൽകുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന രീതിയാണ്. ഈ നിയമം എടുത്തു കളയണമെന്ന് പല ഘട്ടങ്ങളിൽ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമേരിക്കയുടെ സുപ്രീം കോടതി അതിന് ശരിവെച്ചിട്ടില്ല. ലോകാടിസ്ഥാനത്ത് ശ്രദ്ധിക്കപ്പെടുന്ന രാജ്യമാകുന്ന സമയത്ത് മറ്റു രാജ്യത്തെ കമ്പയർ ചെയ്ത് നമുക്ക് നിയമം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഒരുപാട് ഇളവുകളൊക്കെ നൽകേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജനനത്തോടുകൂടിയുള്ള പൗരത്വം നൽകുന്നത് എന്നാണ് അതിനെക്കുറിച്ചുള്ള വിശദീകരണം. പിന്നെ അതോടൊപ്പം തന്നെ നരകത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയും ചൈനയും ഒക്കെ നരകമാണ് എന്ന് പറയുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ചെയ്യുന്നത്. ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്തിനോ അല്ലെങ്കിൽ ആ സംവിധാനത്തെ പിന്തുണയ്ക്കുന്ന വിഭാഗത്തിനോ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളിടത്തും കാര്യങ്ങൾ എത്തുന്നു. കാലിഫോർണിയയെക്കുറിച്ച് പേരെടുത്ത് പറയുന്നുണ്ട് ആ കത്തിൻ്റെ അകത്ത്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെ: കാലിഫോർണിയയിൽ എത്തുന്ന ബഹുഭൂരിപക്ഷവും ഇങ്ങനെ എത്തുന്നവരാണ്. സാമ്പത്തിക പ്രശ്നം, തൊഴിൽ മേഖലയിലെ വിഷയങ്ങൾ, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഇതെല്ലാം അമേരിക്കയ്ക്ക് ബാധ്യതയാകുന്നു. മാതാപിതാക്കളിൽ ഒരാൾ അമേരിക്കൻ പൗരനോ അല്ലെങ്കിൽ സ്ഥിരമായി അമേരിക്കയിൽ ഉള്ളയാളോ ആകണം എന്നുള്ളതാണ് പൗരത്വത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കാണേണ്ടത്. അഥവാ ഒരാൾ അമേരിക്കൻ പൗരത്വമുള്ള ഒരാൾ മറ്റേതെങ്കിലും രാജ്യത്തിലെ പൗരന്മാരെയോ അല്ലെങ്കിൽ ഈ സ്ത്രീകളെയോ കല്യാണം കഴിച്ചാൽ അതിലൊരു കുട്ടികളുണ്ടാകുന്ന സമയത്ത് അതിന് പൗരത്വം നൽകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതല്ലെങ്കിൽ സ്ഥിരമായ രീതിയിൽ അവിടെ താമസിച്ച് ജോലി ചെയ്യുന്നവരോ ജീവിക്കുന്നവരോ ആണെങ്കിലും അത് ഓക്കെയാണ്, അങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കും. ഇത് രണ്ട് വിഭാഗത്തിൽ ഇത് പെടുന്നില്ല. ഏതെങ്കിലും രാജ്യത്തുള്ള ഏതെങ്കിലും ആളുകൾ അമേരിക്കയിൽ വന്ന് പ്രസവിച്ചു എന്നൊരൊറ്റ കാരണത്താൽ അതിന് പൗരത്വം നൽകുന്ന രീതി തെറ്റാണ് എന്നുള്ളതാണ്. ഇതിലിപ്പോൾ അമേരിക്ക ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ ഒരു നിയമം തങ്ങളുടെ രാജ്യത്ത് മാത്രമേ ഉള്ളൂ, മറ്റെവിടെയും ഇല്ല എന്നുള്ളത്. എന്നാൽ അത് സോഷ്യൽ മീഡിയയും മറ്റ് മീഡിയകൾ അത് പൊളിച്ചടക്കുന്നു. ഇങ്ങനെ ഒരു രാജ്യം ഇങ്ങനത്തെ ഒരു നിയമം ഒരുപാട് രാജ്യത്തുണ്ട്. കാനഡ, മെക്സിക്കോ അടക്കമുള്ള 30ഓളം രാജ്യങ്ങളിൽ ഈ നിയമം നിലനിൽക്കുന്നു. കാര്യം ജനസംഖ്യ കുറവുള്ള ദേശത്ത് മറ്റുള്ള രാജ്യത്തിലെ പൗരന്മാർക്ക് പൗരത്വം നൽകുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് ചെയ്യുന്നതാണ്. കൂടുതൽ ജനസംഖ്യ ഉള്ളിടത്ത് മാത്രമാണ് ആ വിഷയം വരുന്നത്. കൂടുതൽ ഭൂവിസ്താരം, പ്രത്യേകിച്ച് കാനഡയൊക്കെ വലിയ ഭൂവിസ്താരമുള്ള സ്ഥലമാണ്, ജനസംഖ്യ വളരെ കുറവാണ്. അതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് പൗരത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അപേക്ഷ നൽകിയാൽ സാധാരണഗതിയിൽ അത് അംഗീകരിക്കാറുണ്ട്. മുമ്പ് അറേബ്യൻ രാജ്യങ്ങളും അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ രാജ്യത്തുള്ള നിയമം എന്ന് പറയുന്നത് 5 വർഷം ആ രാജ്യത്ത് ജോലി ചെയ്താൽ അവർക്ക് പൗരത്വം നൽകുക എന്നുള്ള 30 വർഷം മുൻപുള്ള കഥയാണ് പറയുന്നത്. പിന്നീട് ആ നിയമത്തിൽ ചെറിയ ഇളവുകൾ നൽകി അല്ലെങ്കിൽ ഒരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് 15 വർഷം അവിടെ നിൽക്കുകയാണെങ്കിൽ, ചില റിപ്പോർട്ടിൻ്റെ അകത്ത് തുടർച്ചയായി നിൽക്കുക എന്നും പറയുന്നു. ആദ്യം 5 വർഷമായി, പിന്നീട് അത് 15 വർഷമായി. ഈ 15 വർഷം തുടർച്ചയായിട്ട് നിൽക്കുക, അങ്ങനത്തെ ആളുകൾക്ക് പൗരത്വം നൽകുക എന്നൊരു നിയമം ഉണ്ടായിരുന്നു.
അതൊന്നും ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെയൊന്നുമില്ല. സൗദി അറേബ്യയിൽ മറ്റുള്ള രാജ്യക്കാർക്ക് പൗരത്വം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നില്ല. ഫലസ്തീനെ പോലെയുള്ള രാജ്യങ്ങളും യമനെ പോലെയുള്ള രാജ്യങ്ങൾക്കും ചെറിയ ഇളവുകൾ നൽകുന്നുണ്ട്. അത് വിസ ചട്ട നിയമപ്രകാരമാണ്. അവർക്ക് വിസ ഇല്ലാത്ത രീതിയിൽ പാസ്പോർട്ട് മാത്രമായിട്ട് അവിടെ വന്നിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു നിയമ സംവിധാനമുണ്ട്. അങ്ങനെ അവർക്ക് ചെയ്യാം. അത് കണ്ടിന്യൂ തുടർന്ന് ചെയ്യാം. ഇനി അവിടെ അക്കാമയുടെ കാലാവധിയൊക്കെ കഴിഞ്ഞു പോയാൽ അതിന് വലിയ ഫൈൻ നൽകുന്ന രീതി കാര്യങ്ങൾ അങ്ങനെയില്ല. അതിനും അവർക്ക് ഒരു അളവുകളുണ്ട്. അതായത് രാജ്യത്തേക്ക് വന്നുകൊണ്ട് നിയമപരമായ രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ അവിടെ വിഷയമില്ല. എന്നാൽ ചില രാജ്യങ്ങളൊക്കെ അവിടുത്തെ ഈ ഫലസ്തീനുകളൊക്കെ പല ഘട്ടങ്ങളും ചെയ്യാറുള്ളത് സൗദി അറേബ്യയിലെ പോലെയുള്ള അല്ലെങ്കിൽ ഖത്തർ പോലെയുള്ള രാജ്യത്ത് വന്നതിന് ശേഷം അവിടെയുള്ള പൗരത്വമുള്ള ആളെ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിക്കുന്നതോട് കൂടിയിട്ട് പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സ്ത്രീയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ ഈ പറയപ്പെടുന്ന പുരുഷൻ ഓട്ടോമാറ്റിക്കായിട്ട് പൗരത്വം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ അവർക്ക് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയും മാതാവും സൗദി അറേബ്യയുടെ പൗരത്വമുള്ള ആൾ, ഈ മറ്റുള്ള ആൾ, അതായത് ഭർത്താവ് അല്ലെങ്കിൽ പിതാവ് ഈ ഫലസ്തീനെ പോലെയുള്ള രാജ്യത്തുള്ള ആൾ ആണെങ്കിൽ അതിനൊരു പരിഗണന നൽകുന്ന രീതിയിലുള്ള സംവിധാനം അതിപ്പോഴും നിലനിൽക്കുന്നതാണ്. അത് ഒമാനും യമനും അങ്ങനെ ആ വിഷയമുണ്ട്. യമൻ ഒരു ദാരിദ്ര്യ രാജ്യം എന്ന നിലക്ക് അതിർത്തിയുമായിട്ട് പങ്കിടുന്ന രാജ്യമാണ് എന്ന നിലക്കും വൈകാരികപരമായിരിക്കുന്ന കുറേ ബന്ധങ്ങളുണ്ട് എന്നതിനാൽ അവർക്കും ചില ഇളവുകളുണ്ട്. ഞാൻ ജിദ്ദയിൽ നിൽക്കുന്ന സമയത്തൊക്കെ അവിടുത്തെ യമനികൾക്ക് അവർക്ക് പാസ്പോർട്ട് മാത്രമേ ഉണ്ടാവൂ, അവർക്ക് വിസ ഉണ്ടാവില്ല. വിസയുടെ ആവശ്യമില്ല. പാസ്പോർട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോകാനും വരാനും വേണ്ടി സാധിക്കും. ഏതുപോലെ നമ്മൾക്ക് ഈ നേപ്പാളിൽ പോകണമെങ്കിൽ നമുക്ക് പാസ്പോർട്ട് വിസ ആവശ്യമില്ല. ഇപ്പോൾ ഒക്കെ അതിർത്തിയിൽ നിന്ന് പാസ്പോർട്ട് ചോദിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. വിസയുടെ ആവശ്യമില്ല, പോകുന്നതിനും വരുന്നതിനും. നേപ്പാളിലെ പൗരന്മാർ ഇങ്ങോട്ട് വരികയാണെങ്കിലും നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് വേണ്ട, വിസയുടെ ആവശ്യമില്ല. മുമ്പൊന്നും പിന്നെ പാസ്പോർട്ട് ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ അതിർത്തിയിലൊക്കെ പാസ്പോർട്ട് ചോദിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ആണെങ്കിൽ പാസ്പോർട്ട് മാത്രം. ആ ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 3-4 രാജ്യത്ത് അങ്ങനെ വിസ ഇല്ലാതെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന രാജ്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അമേരിക്ക ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ കളവ് പറയുന്നു. അത് അമേരിക്കക്കാരെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനികമായിരിക്കുന്ന ബലവും ശക്തിയുള്ള രാജ്യം, അതിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു പ്രസിഡൻഷ്യൽ പദവിയുള്ള ഒരാൾ ഇങ്ങനെ കള്ളത്തരവും പൊള്ളത്തരവും വിളിച്ചു പറയുന്നു എന്ന് പറയുമ്പോൾ അത് മറ്റുള്ള പൗരന്മാർക്ക് വല്ലാത്ത രീതിയിലുള്ള നാണക്കേടുണ്ടാക്കുന്ന കാര്യം. അമേരിക്കൻ പൗരന്മാർ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങൾ ചെതറിക്കിടക്കുന്ന വിഭാഗങ്ങളാണ്. ടൂറിസമായിട്ടും തൊഴിലായിട്ടും സാമ്പത്തികപരമായ രീതിയിലും അല്ലാത്ത രീതിയിലും ഇങ്ങനെ കറങ്ങി നടക്കുന്ന വിഭാഗമാണ്. അവിടുത്തെ സമയത്ത് നിങ്ങളുടെ പ്രസിഡന്റ് അല്ല ഈ പറഞ്ഞിരിക്കുന്നത്, ഈ വിവരക്കേട് പറഞ്ഞിരിക്കുന്നത് പറയുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന പോരായ്മ സ്വാഭാവികമായിട്ടുണ്ടാവും. അത് ഇപ്പോഴും അവർ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ചില എതിർപ്പുകൾ ട്രംപിനെതിരെ അമേരിക്കക്കകത്ത് ഉണ്ടായിരിക്കുകയാണ്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സാമൂഹ്യ സേവനത്തിന് ചെലവഴിക്കേണ്ട പണങ്ങളെല്ലാം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചെലവഴിക്കുന്നു. ഇത് നമ്മൾ ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പറഞ്ഞതിന് നേരെ വിരുദ്ധമാണ്. താൻ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് താൻ അവസാനിപ്പിക്കുന്ന യുദ്ധങ്ങളിൽ ഉക്രൈൻ റഷ്യൻ യുദ്ധമുണ്ടായിരുന്നു, പാലസ്തീൻ ഇസ്രായേൽ യുദ്ധമുണ്ടായിരുന്നു, തുടർച്ചയായി ഈ സുഡാനുമായിട്ട് ബന്ധപ്പെട്ട ആഭ്യന്തര കലാപമുണ്ടായിരുന്നു. ഒരു 4-5 രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം താൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. അധികാരത്തിലേറി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? യുദ്ധം രൂക്ഷമാവുകയും കഠിനമാവുകയും മരണസംഖ്യ കൂടുകയും നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവുകയും ചെയ്തു എന്നല്ലാതെ യാതൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രചരണ സമയത്ത്, ഇലക്ഷൻ പ്രചരണ സമയത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പ്രചരണം നടത്തുകയും വോട്ട് നേടുകയും ചെയ്യുക, ഇലക്ഷനിൽ അധികാരത്തിലേറിയതിനു ശേഷം വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തി ചെയ്യുക, ഇതെല്ലാം കൂടി അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ട്രംപിന് പകരം ബൈഡൻ തന്നെയായിരുന്നു തുടർന്നിരുന്നതെങ്കിൽ മാരകമായിരിക്കുന്ന ഇറാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധമെങ്കിലും അവർ ഒഴിവാക്കുമായിരുന്നു. പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിച്ചിട്ടില്ലെങ്കിൽ പോലും പുതിയൊരു യുദ്ധം തുടങ്ങിയത് ഡൊണാൾഡ് ട്രംപാണ്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ആരംഭം കുറിക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപാണ്. അത് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ ഈ ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് പൂർണ്ണമായ രീതിയിൽ അമേരിക്കയുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് ഇസ്രായേൽ എന്ത് ചെയ്യുന്നത്, ഇറാൻ ആക്രമിക്കുന്നത്. തടയാൻ ആർക്ക് സാധിക്കുമായിരുന്നു? അമേരിക്കയ്ക്ക് സാധിക്കുമായിരുന്നു. അമേരിക്ക ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അമേരിക്കയെ കൂടി സംയുക്തമായി ഷെയർ ചെയ്തുകൊണ്ടാണ് ആക്രമിച്ചത് എന്നുള്ളതാണ്. ബൈഡൻ ആയിരുന്നെങ്കിലോ അതുണ്ടാവില്ലായിരുന്നു. രണ്ടാം ഘട്ടത്തിൽ 2026 ഇപ്പോൾ ഏകദേശം 2 മാസം ആകാൻ പോവുകയാണ് രണ്ടാം ഘട്ടത്തിലുള്ള ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട്. അതും ബൈഡൻ ഉണ്ടെങ്കിൽ അത് നടക്കില്ലായിരുന്നു.
അങ്ങനെ രണ്ട് വിഷയങ്ങളൊക്കെ തടയപ്പെടാൻ വേണ്ടിയിട്ട് ബൈഡന് സാധിക്കുമായിരുന്നു. മാത്രമല്ല ഒന്നുകൂടെ അതിൽ പറയുന്നുണ്ട്, ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചു. ഖത്തറിനെ ഇസ്രായേൽ ആക്രമിക്കുന്നത് ബൈഡനായിരുന്നു ഭരണത്തിലെങ്കിൽ ഒരിക്കലും നടക്കില്ല. കാര്യം അമേരിക്ക അത് പിന്തുണ നൽകില്ല, സപ്പോർട്ട് ചെയ്യില്ല, ആക്രമിക്കാൻ പറയില്ല. ആക്രമിക്കാൻ അമേരിക്ക പറയാത്തിടത്തോളം കാലം ഇസ്രായേലോട്ട് ആക്രമിക്കില്ല, ഒറ്റക്കൊരിക്കലും ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പാണല്ലോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ട്രംപിൻ്റെ നയങ്ങളും നിലപാടിനും വിരുദ്ധമായിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവരുടെ സമീപനം, അതായത് അമേരിക്കയുടെ സർവാധിപത്യമൊന്നും ഇനി വരാൻ പോകുന്ന കാലത്തൊന്നും വില പോവില്ല. ഒരുപാട് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ജനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു രാജ്യത്തും ഒരു ഭരണ സംവിധാനത്തിന് സമാധാനമായിട്ട് നിലനിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി വർത്തമാന കാലത്ത് നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്നത്.